ഗുരുവിൻ്റെ ദേവതാ രൂപത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗുരു സർവേശ്വരാണാം ഗുരു എല്ലാ ദേവീദേവന്മാരുടെയും സകല ദേവന്മാരുടെയും സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള ഒരു നിഗമനം നേരത്തെ തന്നെ വ്യാഴത്തിനുണ്ട്. സൂര്യൻ്റെ കേന്ദ്ര ത്രികോണത്തിൽ, അതായത് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 5-ലോ 9-ലോ അല്ലെങ്കിൽ ലഗ്നം 4, 7, 10, അതാണല്ലോ കേന്ദ്രവും ത്രികോണവും വരുന്നത്. ഇങ്ങനെ സൂര്യൻ്റെ കേന്ദ്ര ത്രികോണത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ അത് ധന്വന്തരിയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് മൊത്തത്തിൽ വൈഷ്ണവദേവന്മാരെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പൊതുവായ വിവരവും. പിന്നെ പറയുന്നത് മേടം വൃശ്ചികൻ രാശിയിലാണെങ്കിൽ അത് ശിവഭൂതഗണത്തെയും ശിവകോപത്തെയും ബ്രാഹ്മണ ആഭിചാരം മൂലമുള്ള ദുർദേവതയെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇടവൻ തുലാൻ രാശിയിൽ അപസ്മാരയക്ഷി എന്നും യക്ഷനെന്നും ഒക്കെ പറയുന്നുണ്ട്. മിഥുനം കന്നിയിൽ ദേവകോപവും ബ്രാഹ്മണ ആഭിചാരം മൂലവുമുള്ള ദുർദേവതയെ സൂചിപ്പിക്കുന്നു. കർക്കിടകത്തിൽ ബ്രാഹ്മണ ദേവതയും ഗന്ധർവനും, ചിങ്ങത്തിൽ ആഭിചാരവും രാജകോപവും മൂലം ഉള്ള ആ ഒരു രീതിയെ സൂചിപ്പിക്കുന്നു. മകരം കുംഭത്തിൽ ഭസ്മപിശാച്, ജലപിശാച്, ധനുവിൽ ആദിദ്രേക്കാണം, കിരാതമൂർത്തി എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പ്രശ്ന രീതിയിൽ പറയുന്നത് മേടത്തിലെ വ്യാഴം ഭൂതരാക്ഷസനും, ഇടവത്തിൽ ശക്തി പഞ്ചാക്ഷരിയും, മിഥുനത്തിൽ വിഷ്ണുവും, കർക്കിടകത്തിൽ ശൈവ അഷ്ടാക്ഷരിയും, ചിങ്ങത്തിൽ നരസിംഹവും, കന്നിയിൽ ശ്രീകൃഷ്ണനും, തുലാം രാശിയിൽ നിൽക്കുന്ന വ്യാഴം വിഷ്ണുവിനെയും, വൃശ്ചികത്തിലെ വ്യാഴം കാളിയെയും, ധനുവിലെ വ്യാഴം നരനാരായണനെയും, മകരത്തിലെ വ്യാഴം കിരാതമൂർത്തിയെയും, കുംഭത്തിലേത് വരാഹമൂർത്തിയെയും, മീനത്തിലേത് മഹാവിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പൊതുവെ ഇത്തരം കാര്യങ്ങൾ ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം പഠിക്കുന്നവർക്കും ഉപകാരമായിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ സമർപ്പിക്കുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇത് എന്തോ തെറ്റായ കാര്യമാണെന്നും ആവശ്യമില്ലാത്ത കാര്യമാണെന്നും അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നൊക്കെ തോന്നും. ഇത് അങ്ങനെയല്ല. ജ്യോതിഷത്തിലെ ചില ഭേദങ്ങളാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും വേറെ ചില കാര്യങ്ങളിലൂടെ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കിതെല്ലാം ഉപകരിക്കും എന്നുള്ളതാണ്. അതുപോലെ മരണത്തെ സംബന്ധിച്ചും പ്രേതത്തെ സംബന്ധിച്ചും വിശദമായ വിവരങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ ഗ്രന്ഥത്തിൽ. കാരണം ഈ പിതൃകർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ സുദർശന ഹോമം, അതുപോലെ ഈ പിതൃക്കളെയൊക്കെ ആവാഹിച്ച് അതിനെ ശുദ്ധി വരുത്തി തിലഹവനമൊക്കെ നടത്തി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ആ ദോഷം മാറുക എന്നുള്ള ഒരു വിശ്വാസത്തിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദുർദേവതകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ദുർമൂർത്തികൾ അല്ലെങ്കിൽ ദുർമരണം സംഭവിച്ചവർ ആരെങ്കിലും കുടുംബത്തിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ വരെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരുപാട് ദുർമരണങ്ങളെ സംബന്ധിച്ച സൂചന അസ്ട്രോളജിയിൽ പറയുന്നുണ്ട്. ഓരോ ഗ്രഹനില അനുസരിച്ച് അത് ഓരോ സാധ്യതകളെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. അറിയേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ഇതിനകത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളും അതുപോലെ തെറ്റായ വിവരങ്ങളും അതിൻ്റെ പിന്നിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം വിശ്വാസമുള്ളവരെ സംബന്ധിച്ച്. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ട വിഷയവുമല്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.